ആറന്മുള വിമാനത്താവളത്തിന് നൽകിയ അനുമതി സംസ്ഥാന സർക്കാർ റദ്ദാക്കി. സർക്കാർ ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചു. പ്രത്യേക വ്യവസായ മേഖലയായി പ്രഖ്യാപിച്ച തീരുമാനവും റദ്ദാക്കി. വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ഇതിൽ നിർണായകമായ തീരുമാനമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ്, ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജികൾ ഇന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. ഭൂപരിഷ്കരണ നിയമത്തിന്റെ പരിധിയിൽ ഈ കമ്പനിക്ക് ഇളവ് നൽകിയത്, അല്ലെങ്കിൽ ഭൂപരിഷ്കരണ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് കമ്പനി ഒഴിവാക്കിയതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു കൂട്ടം ഹർജികളും, ഒപ്പം ഇതിനെതിരെ വിമാനത്താവള കമ്പനി സമർപ്പിച്ച ഹർജികളും, ഇത് രണ്ടുമാണ് ഒരുമിച്ച് ഈ ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പാകെ എത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇത് പരിഗണിച്ചപ്പോൾ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് രേഖാമൂലം അറിയിക്കണം എന്ന് ആ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. അതിനനുസരിച്ചാണ് ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ സർക്കാർ നിലപാട് ഡിവിഷൻ കോടതിയെ സർക്കാർ അറിയിച്ചത്. അത് ഇങ്ങനെയാണ്: ഇത്തരം ഭൂപരിഷ്കരണ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയ നടപടി തത്വത്തിൽ അനുമതി നൽകിയ ഈ കമ്പനിക്ക് തത്വത്തിൽ അനുമതി നൽകിയ നടപടി സർക്കാർ പിൻവലിച്ചിരിക്കുന്നു. മാത്രമല്ല, പ്രത്യേക വ്യവസായ മേഖലയായി പ്രഖ്യാപിച്ച മുൻ ഉത്തരവും മുഖ്യമന്ത്രി നേരിട്ട് റദ്ദാക്കിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഹൈക്കോടതിയെ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതായത് സാലി മുഹമ്മദ്, ഈ തർക്കത്തിൽ നിയമപരമായി എത്ര കണ്ട് സാധ്യതകളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ നിലപാടിലൂടെ സ്വീകരിക്കപ്പെടുക? ഒന്ന്. രണ്ട്, കേന്ദ്രം ഈ അടുത്തിടെ കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞത് പാരിസ്ഥിതിക അനുമതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കേന്ദ്രം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് BJP നേതൃത്വത്തിൻ്റെ അഭിപ്രായങ്ങൾക്കെതിരെ പോലും ഉള്ള നിലപാടായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. ഈ ഘട്ടത്തിലൊക്കെയും സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം ഈ നിയമപരമായ പോരാട്ടങ്ങളിൽ എത്ര കണ്ട് സഹായകമാകും? അജിംഷാദ്, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രധാനമായും സംസ്ഥാന സർക്കാരിനെതിരെ രാഷ്ട്രീയമായി BJP മറ്റും ഉന്നയിച്ചിരുന്ന പ്രധാന ആക്ഷേപങ്ങൾ ഒന്ന്, പ്രത്യേക വ്യവസായ മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം കമ്പനിയെ സഹായിക്കുന്നതാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, LDF-ഉം CPM-ഉം വിമാനത്താവള വിരുദ്ധ സമിതിയുടെ ഭാഗമായി പ്രക്ഷോഭ രംഗത്ത് ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അവർ അധികാരത്തിലെത്തിയപ്പോൾ കമ്പനിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചു എന്നുള്ളതായിരുന്നു ആ BJP ഉന്നയിച്ച പ്രധാന ആക്ഷേപങ്ങളിലൊന്ന്. പക്ഷേ ആ ആക്ഷേപത്തിൽ കഴമ്പില്ല. അത്തരമൊരു ഉത്തരവുണ്ടായിരുന്നത് സംസ്ഥാന സർക്കാർ റദ്ദാക്കി എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അത് രാഷ്ട്രീയപരമായ മാനം. മറ്റൊന്ന്, സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് നിയമപരമായി കമ്പനിയെ സഹായിക്കുന്നതല്ല, കമ്പനിക്കെതിരാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. അതായത് വിമാനത്താവള കമ്പനിയുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചൊരു നിലപാടെടുക്കാൻ ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ തയ്യാറല്ല എന്ന് തന്നെയാണ് ഈ ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഹർജി പരിഗണിക്കുന്ന ഡിവിഷൻ ബെഞ്ചിൽ തന്നെ സംസ്ഥാന സർക്കാർ രേഖാമൂലം അറിയിച്ചതോടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തിരിച്ചടിയായി. ആറന്മുളയിലെയും പത്തനംതിട്ടയിലെയും ഈ വിമാനത്താവളത്തിനെതിരെ പ്രക്ഷോഭം നടത്തുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശ്വാസകരമായ ഒരു നടപടി കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നും പറയാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നിലനിൽക്കുന്ന ഈ വ്യവസ്ഥയോട് BJP സംസ്ഥാന നേതൃത്വം കുമ്മനം രാജശേഖരൻ, ഒരുപക്ഷെ ആറന്മുള വിമാനത്താവളത്തിനെതിരെ അവിടെ സമരം ചെയ്യാൻ നേതൃത്വം നൽകിയ ആൾ കൂടിയാണ് കുമ്മനം രാജശേഖരൻ. അദ്ദേഹം പറഞ്ഞ നിലപാടുകൾക്കെതിരെയുള്ള നിലപാടായിരുന്നു പാരിസ്ഥിതിക റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ ഏറ്റവും പുതിയ നിലപാട്. കേന്ദ്രമന്ത്രി അത് പറയുകയും അതിലെ വൈരുദ്ധ്യം പീപ്പിൾ TV അടക്കം മാധ്യമങ്ങൾ അത് പുറത്തെത്തുകയും ചെയ്യുകയാണ്. ഈ ഘട്ടത്തിലാണ് കേരള സർക്കാരിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകൾ വ്യക്തമാകുന്നത്. സാലി, അജിംഷാദ്, സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ സ്വീകരിക്കാവുന്ന നിലപാട് ഭൂപരിഷ്കരണ നിയമ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയതും ഒപ്പം തന്നെ പ്രത്യേക വ്യവസായ മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ആ തീരുമാനം, ഈ രണ്ട് കാര്യത്തിൽ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ കഴിയുക. ആ രണ്ട് കാര്യത്തിലും കമ്പനിക്കെതിരായ ഒരു നിലപാട് തന്നെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ പാരിസ്ഥിതിക അനുമതിയുമായി ബന്ധപ്പെട്ട അധികാരം പൂർണ്ണമായും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനും കേന്ദ്ര സർക്കാരിനുമാണ്. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഇപ്പോഴും സംശയാസ്പദമാണ് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. വിശേഷിച്ചും BJP സമരരംഗത്ത് ഉണ്ടെങ്കിൽ കൂടിയും BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കമ്പനിക്ക് അനുകൂലമായ നിലപാട് പല ഘട്ടങ്ങളിലും സ്വീകരിച്ചു എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. സ്വാഭാവികമായും ഇനി ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കൂടി അറിയിക്കാൻ കേന്ദ്ര ഭരണ സംവിധാനം നിർബന്ധിതമായേക്കാം. അപ്പോൾ എന്ത് നിലപാടാണ് ഇവർ അറിയിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കമ്പനിക്ക്, വിമാനത്താവള കമ്പനിക്ക് എതിരും
വിമാനത്താവളത്തിനെതിരെ പ്രക്ഷോഭം നടത്തുന്ന അവിടുത്തെ പ്രദേശവാസികൾക്കും ജനങ്ങൾക്കും പരിസ്ഥിതി സംഘടനകൾക്കും ഒക്കെ അനുകൂലവുമാണ് എന്ന് പറയാൻ കഴിയും. അതായത് ഇപ്പോഴത്തെ നിയമപരമായ പോരാട്ടത്തിൽ ഒരുപക്ഷെ ആറന്മുള നിവാസികൾ അടക്കമുള്ളവർ, ആറന്മുള വിമാനത്താവളം വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്നവർക്ക് അടക്കമുള്ളവർക്ക് ഊർജം പകരുന്ന ഒരു നിർണായക നിലപാടാണ് നിയമപരമായ പോരാട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ സഹായം എന്ന് തന്നെ പറയാം. അജിംഷാ, തീർച്ചയായും ഈ കേസ് കോടതിയിൽ വരുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അങ്ങേയറ്റം നിർണായകമാവും എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. വിശേഷിച്ചും പ്രത്യേക വ്യവസായ മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് നിലനിൽക്കുകയാണെങ്കിൽ കമ്പനിക്ക് നിരവധി അധികാരങ്ങളും അവകാശങ്ങളും നിലനിൽക്കും. അപ്പോൾ സ്വാഭാവികമായും മറ്റ് എതിർപ്പുകളൊക്കെ ഈ നിയമത്തിന്റെ പിൻബലത്തോടുകൂടി തന്നെ, ഈ ഉത്തരവിന്റെ പിൻബലത്തോടുകൂടി തന്നെ കമ്പനിക്ക് മറികടക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ സർക്കാർ ഈ ഉത്തരവ് പിൻവലിച്ചതായി ഹൈക്കോടതി അറിയിച്ചതോടുകൂടി വിഷയത്തിൽ കമ്പനിക്കുണ്ടായിരുന്ന നിയമപരമായ മേൽക്കൈ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാം. ഇനി സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന്റെ ഈ വ്യവസായ മേഖലയാക്കി പ്രഖ്യാപിച്ച മുൻ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടുള്ള പുതിയ ഉത്തരവിനായിരിക്കും പ്രാബല്യം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കമ്പനിയുടെ ആവശ്യങ്ങൾ എത്രമാത്രം ഹൈക്കോടതി പരിഗണിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതേതായാലും ഒരു പക്ഷേ ഇന്ന് തന്നെ അക്കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കാം. അല്ലെങ്കിൽ വാദം കേട്ട ശേഷം പിന്നീട് വിധി പറയാൻ മാറ്റിവെക്കുകയാവും ഉണ്ടാവുക. ഏതായാലും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എം ശാന്തനഗൌഡറുടെയും ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെയും ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇക്കാര്യത്തിൽ ഇന്ന് വിധി പറയേണ്ടത്. ശരി, സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട നിർണായകമായ നിലപാടാണ് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.